സമഗ്രതയുള്ള വികസനത്തിന് അത് സാധ്യമാക്കാൻ പരിശ്രമിച്ച ഭരണാധികാരികളാണ്. ഒരു പഞ്ചായത്ത് അംഗം പോലും ഒരു 10 രൂപയുടെ ആക്ഷേപം നാടിതുവരെ കേൾപ്പിച്ചിട്ടേ ഇല്ല എന്നുള്ളത് അഭിമാനകരമായി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. നാം നിൽക്കുന്ന പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നാടിലെ അഭിമാനമായി സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ പഞ്ചായത്താണ്. ആ വികസന നേട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ഭാഗമായി നമ്മുടെ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പുന്നപ്ര വടക്ക്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക്, പുറക്കാട് 5 ഗ്രാമപഞ്ചായത്തും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും അമ്പലപ്പുഴയിലെ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും നിശ്ചയമായും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇടതുപക്ഷം വന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സന്ദർഭം കൂടിയാണ് നമ്മുടെ ഈ സന്ദർഭം. നമ്മളാരെയും ചതിച്ചിട്ടില്ല, നമ്മളാരെയും വഞ്ചിച്ചിട്ടില്ല. ജനങ്ങളെ വഞ്ചിക്കാതെ, ചതിക്കാതെ, അവരോട് കളവ് പറയാതെ ഈ നാടിന്റെ നന്മയും വികസനവും ക്ഷേമവും മാത്രമാണ് നാടിനോട് പറഞ്ഞത്. എന്നാൽ UDF-ഉം BJP-യും എല്ലാം SDP ഉൾപ്പെടെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും ചെയ്തത് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനെ വിഭജിക്കാൻ കഴിയുന്ന വർഗീയതയുടെ രാഷ്ട്രീയം മാത്രമാണ് നാടിനോട് വിളമ്പിയത്. ഈ നാട്ടിൽ യാതൊന്നും ചെയ്യാത്ത UDF-ന്റെ ചുമതല വഹിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ആളുകൾ ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ നാട്ടിൽ ഒരു ചെറിയ റോഡ് പോലും ചെയ്തു കൊടുക്കാതെ വീണ്ടും ഈ നാടിനോട് വന്ന ജനങ്ങളെ പറ്റിക്കാൻ ആഹ്വാനം ചെയ്ത് കടന്നു വന്നാൽ അതിനെല്ലാം കരകം പുല്ലിന്റെ വില പോലും നാട് കൽപ്പിക്കില്ല എന്ന് ഈ നാട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും നമ്മുടെ നാടിന്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കാൻ പുന്നപ്ര എന്ന നമ്മൾ ജനിച്ച് ജീവിക്കുന്ന ഈ മണ്ണ് നൂറുകണക്കിന് ധീരന്മാരായ സഖാക്കൾ പിടഞ്ഞു മരിച്ച മണ്ണാണ്. ഈ നാടിനു വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച പ്രിയങ്കരായ ആ ധീര യോദ്ധാക്കൾ അവർ സമരം നയിച്ച ഈ മണ്ണ് ഒരു കാരണവശാലും മനുഷ്യന്റെ ചോര കൊണ്ട് ചുവപ്പിച്ച ചെങ്കൊടിയെ വിട്ടു പോവില്ല എന്ന് അസന്നിഗ്ധമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ദിനമാണ് 9-ാം തീയതി. 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോ ഈ പുന്നപ്രയും അമ്പലപ്പുഴയുമെല്ലാം പോയ കാലത്തേക്കാൾ കൂടുതൽ ചുവപ്പോടെ, നിറം മങ്ങാതെ, കൂടുതൽ കടുത്ത ചുവപ്പോടെ ഈ നാട് ചുവന്ന് തുടിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യം ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപകൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഖാക്കളെയും സുഹൃത്തുക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.